CITU, AITUC, HMS, TUCI എന്നീ യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 12 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം കൊച്ചിയിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ഫോർട്ട് കൊച്ചി കമലക്കടവിൽ AITUC സംസ്ഥാന സമിതി അംഗം സക്രിയ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്ത ജാഥയ്ക്ക് CD നന്ദകുമാർ ക്യാപ്റ്റനായും K സുരേഷ് വൈസ് ക്യാപ്റ്റനായും നേതൃത്വം നൽകി. സ്ത്രീകളും കുട്ടികളുമടക്കം വൻ ജനപങ്കാളിത്തത്തോടെ നടന്ന ജാഥയുടെ സമാപന സമ്മേളനം കൊച്ചി MLA KJ മാക്സി ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 12 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥമാണ് CITU, AITUC, HMS, TUCI എന്നീ യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ കൊച്ചിയിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. CITU സംസ്ഥാന സമിതി അംഗം CD നന്ദകുമാർ ജാഥ ക്യാപ്റ്റനും AITUC ജില്ലാ കമ്മിറ്റി അംഗം K സുരേഷ് വൈസ് ക്യാപ്റ്റനുമായി നയിച്ച ജാഥയുടെ ഉദ്ഘാടനം ഫോർട്ട് കൊച്ചി കമലക്കടവിൽ AITUC സംസ്ഥാന സമിതി അംഗം സക്രിയ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. തോമസ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്ത്രീകളും കുട്ടികളുമടക്കം ഗംഭീര സ്വീകരണം ലഭിച്ചു. KP സെൽവൻ, KP വിജയകുമാർ, കുമ്പളം രാജപ്പൻ, EP പ്രവിത, ജാഥ മാനേജർ VU ഹസക്കോയ, KA അസാദ് ഷാനിൽ, MS രമേശ്, PB ദലോ, KN സുനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. തോപ്പുംപടി BOT ജംഗ്ഷനിൽ നടന്ന സമാപന സമ്മേളനം കൊച്ചി MLA KJ മാക്സി ഉദ്ഘാടനം ചെയ്തു. ഈ പണിമുടക്ക് അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി 12-ാം തീയതി ഇന്ത്യ നിശ്ചലമാകുന്ന ഒരു പണിമുടക്കാണിത്. ആ നിശ്ചലമാകുന്ന പണിമുടക്ക് ഇന്ത്യൻ ഭരണാധികാരികളെ ഈ നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ടുവരാൻ ചിന്തിക്കുന്ന രീതിയിലേക്ക് ഉള്ളതായി മാറാൻ തീരുമാനമുള്ള പ്രവർത്തനങ്ങൾക്ക് തൊഴിലാളാകമാനം നേതൃത്വം കൊടുത്ത് പ്രവർത്തിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഉയർത്തിയിട്ടുള്ള ഈ ജാഥയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കത്തിരിക്കും. K സുരേഷ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടേണ്ടതില്ല. ഈ പ്രക്ഷോഭങ്ങൾ ശക്തമായി മുന്നോട്ട് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഒട്ടേറെ സമരങ്ങൾ കൊണ്ട് തന്നെ നേടിയെടുത്ത ഒട്ടനവധി സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കറിയാം കർഷകരുടെ സമരം, അതുപോലെ തന്നെ ഈ സമരവും നമ്മൾ വളരെ നീണ്ടുപോകുന്ന സമരത്തിലും പ്രക്ഷോഭത്തിലേക്ക് പോകുമ്പോൾ നമ്മളാൽ കഴിയുന്നത് ചെയ്യാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടാവണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ജാഥ ക്യാപ്റ്റൻ CD നന്ദകുമാർ, KB ഹനീഫ്, എഡ്വിൻ, KP സെൽവൻ, PS ഗിരീഷ്, KP വിജയകുമാർ, MS രമേശ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. തൊഴിലാളി വർഗത്തെ സംബന്ധിച്ച് ഒരു ജീവൻ മരണ പോരാട്ടത്തെ നമ്മൾ ഇറങ്ങുകയാണ്. ആ ജീവൻ മരണ പോരാട്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ തൊഴിലാളികൾ മാത്രമല്ല, തൊഴിലാളികളോടൊപ്പം കർഷകരും കർഷക തൊഴിലാളികളും മറ്റ് അധ്വാനിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളും ആകെ അണിനിറന്നുകൊണ്ട് ചരിത്രത്തിൽ ഇടം നേടാൻ പോകുന്ന പണിമുടക്കാണ് നടക്കുന്നത്. ഇന്ത്യ രാജ്യത്തെ മേജർ തുറമുഖങ്ങളെല്ലാം ഈ 12-ാം തീയതി നിശ്ചലമാവുന്നു. 11-ാം തീയതി രാത്രി 12 മണി വരെ അല്ലേ പണിമുടക്കുക. കേരളം നിശ്ചലമാകാൻ പോവുകയാണ്. ഇന്ത്യ നിശ്ചലമാകാൻ പോവുകയാണ്. വാഹനങ്ങളൊന്നും പുറത്തേക്ക് ഇറങ്ങൂല. സ്വകാര്യ വാഹനങ്ങൾ പോലും പുറത്തിറങ്ങരുതെന്നാണ് ഞങ്ങളുടെ വിനീതമായ അഭ്യർത്ഥന. കച്ചവട സ്ഥാപനങ്ങൾ അടപ്പിക്കാൻ ഞങ്ങൾ ചെയ്യാറില്ല, പക്ഷെ അടച്ച് ഞങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. ന്യൂസ് ബ്യൂറോ കൊച്ചി. കഴിക്കും. സൗഹൃദങ്ങൾ മനോഹരമാവട്ടെ. സോൾട്ടിലെ വിഭവങ്ങൾ പോലെ. ദ സോൾട്ട് റെസ്റ്റോറന്റ്.